ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ കുറച്ച് ചിക്കനും പിന്നെ ഒരു 2-3 മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ബട്ടർ തീർന്നു ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാള എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സവാള എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി അതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി എടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോഴേക്ക് ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇനി അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എടുത്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, അതങ്ങ് റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആണ്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെയും ഒന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി. ഇനിയും ഒരുപാട് കളർ മാറ്റാൻ ഞാൻ നിൽക്കുന്നില്ല, ഇത് തന്നെ ഇത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഞാനിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെയും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ദാണ്ടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പം ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതിനകത്ത് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതും ചിക്കൻ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അങ്ങനെ അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേകത, ഇതിന് നല്ലൊരു ടേസ്റ്റും എന്ന് വെച്ചാൽ ടേസ്റ്റിന് അങ്ങനെ മാറ്റമൊന്നും വരില്ലെങ്കിൽ കാണാനൊരു ഭംഗിയും ഒരു രസവും നമ്മൾ ചില ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നതിലുണ്ടല്ലോ, അതുപോലെ ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴാണ് ഈ കറിക്കൊരു രസം, നല്ല ടേസ്റ്റും. അപ്പോൾ അത് ചേർത്തിട്ട് ഈ ചിക്കൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, പിങ്ക് കളർ മാറി ഒരു വെള്ള കളർ ആവുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺസ് ഉള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം ചെറിയ ചെറിയ എല്ലുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒക്കെ കളറൊക്കെ മാറി ഒരു വെള്ള കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പം ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ചിക്കൻ മസാല ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇനി പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് കേട്ടോ. അപ്പം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത കട്ടകളൊക്കെ മാറ്റിയ ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത തൈര് നോക്കി വേണം ചേർക്കാൻ. ഞാൻ പറഞ്ഞതാകെ തിരിഞ്ഞുപോയി, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒട്ടും പുളിപ്പില്ലാത്ത നല്ല കട്ടകളൊക്കെ മാറ്റിയ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ പുളിപ്പുള്ള തൈരൊന്നും എടുക്കരുത് കേട്ടോ, അത് ഈ ഒരു കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ പുളിപ്പില്ലാതെ തൈര് നോക്കി എടുക്കുക, അല്ലെങ്കിൽ യോഗട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ.
ചേർത്തിട്ട് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയും പച്ചമുളകുമാണ് കേട്ടോ. അപ്പൊ തക്കാളിയും പച്ചമുളകും ജസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. നമ്മൾ വയറ്റിയെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞാണ് അതും ചേർക്കുന്നത്. തക്കാളിയും പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളകും എടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നെടുകെ കീറി ഇട്ടതാണ്. ഇനി നമുക്കിതങ്ങ് അടച്ചു വെക്കാം. കാര്യം ചിക്കനകത്ത് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വന്നത് കണ്ടോ. അപ്പൊ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇപ്പോഴും വെന്തിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം കുറച്ച് വെള്ളവും കൂടെ ഈ ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ആക്കി എടുക്കണം. അപ്പോഴും ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം ചൂടുവെള്ളം ചേർക്കണം എന്നൊക്കെയാണ്, പക്ഷെ ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. കാര്യം എൻ്റെ കയ്യിൽ ചൂടുവെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം പെട്ടെന്ന് ഞാനിന്ന് ചൂടാക്കാനുള്ള സമയവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട്, അതായത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു സമയേ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കുതിർന്ന് വരുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഒന്ന് കുതിരാൻ വെക്കണേ. അപ്പോഴേ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് വെച്ചാലും മതി. അത് ഇതുപോലെ മിക്സർ ജാറിൽ ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അവിടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 മുട്ട പുഴുങ്ങി അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ചേർത്തിട്ടുണ്ട്. അപ്പം മിക്ക ആൾക്കാരും ഇപ്പൊ പറയാൻ തുടങ്ങും, അയ്യേ ഇതെന്ത് റെസിപ്പിയാണ്, ചിക്കനും മുട്ടയോ ടേസ്റ്റ് ഇല്ല, മനം മറിക്കുന്നതൊക്കെ മിക്ക ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും മുട്ടയൊക്കെ ഒരുമിച്ച് കറി വെക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെങ്കിലും ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വട്ടമെങ്കിലും ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയൂട്ടോ. കാര്യം ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ കാഷ്യൂവിൻ്റെ പേസ്റ്റ് അത് ചേർത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ആദ്യം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തത്, പിന്നെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതോടെ നമ്മുടെ കറി ഇവിടെ സെറ്റാവും കേട്ടോ. അപ്പം ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം, അതല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ കസൂരി മേത്തി തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും നല്ല സൂപ്പർ തന്നെയാണ് ഇതിലേക്ക് ചേർക്കുമ്പോഴേക്ക്. അപ്പം ഞാൻ ഒരല്പം മല്ലിയില എടുത്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു തണ്ടോട് കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ദാണ്ട ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ മതി. ഒരുപാട് സമയമൊന്നും ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ദാണ്ട നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഈ ഒരു കറി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവട്ടോ ഈ ഒരു കറി. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് നോമ്പ് സമയത്ത് വൈകുന്നേരം ഉണ്ടാക്കിയതാണ് ഈ ഒരു കറി. നോമ്പ് തുറക്ക് ഉണ്ടാക്കിയതാണ്, അന്ന് എടുത്ത് വെച്ച റെസിപ്പിയാണ്. പക്ഷെ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നോമ്പിന് എടുത്തതാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൂരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.